നമുക്ക് ഗൂഗിൾ നൽകുന്ന 15 GB ഫ്രീ സ്റ്റോറേജ് ഇത് പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് മാറുന്നത് ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണ്. നിങ്ങളുടെ മൊബൈലിലും ഗൂഗിൾ ഫോട്ടോസ് ആണ് വില്ലനെങ്കിൽ ഒരു ലൈഫ് ടൈം സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിന് പാർട്ട്ണർ ഷെയറിംഗ് എന്നാണ് പറയുക. ഇതെങ്ങനെ എനേബിൾ ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല, ഈ ഒരു 15 GB സ്റ്റോറേജ് ഫുൾ ആകുന്നത് ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണോ എന്ന് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണോ യഥാർത്ഥ വില്ലൻ എന്ന് എങ്ങനെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം അത് നോക്കാം. അതിനായിട്ട് നമ്മുടെ മൊബൈലിലുള്ള ജിമെയിൽ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിലുള്ള ജിമെയിൽ ഓപ്പൺ ചെയ്യാണ്. ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് യൂസ്ഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഗൂഗിൾ നിങ്ങൾക്ക് നൽകുന്ന 15 GB നിന്നും എത്രത്തോളം യൂസ് ആയിട്ടുണ്ട് എന്ന്. ഇവിടെ മോർ ഡീറ്റെയിൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഗൂഗിൾ ഫോട്ടോസിൽ 3.79 GB അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ 1 GB പോലും ആയിട്ടില്ല. ജിമെയിൽ 0 KB ആണ് കാണിക്കുന്നത്. അപ്പം എൻ്റെ മൊബൈലിലുള്ള 15 GB സ്റ്റോറേജ് ഫുള്ളാകാൻ കാരണം ഗൂഗിൾ ഫോട്ടോസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഗൂഗിൾ ഫോട്ടോസ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റോറായി കിടക്കുന്ന ഫോട്ടോസ്, വീഡിയോസുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസ് സെറ്റിംഗ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് ഷെയറിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പാർട്ട്ണർ ഷെയറിംഗ് എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇവിടെയാണ് നമുക്കൊരു പാർട്ട്ണറെ ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മുടേതായിട്ടുള്ള മറ്റൊരു മെയിൽ ഐഡിയും പാസ്വേഡും എന്തായാലും വേണം. അത് നമ്മുടെ മൊബൈൽ തന്നെ ലോഗിൻ ആകണം എന്നില്ല, മറ്റൊരു മൊബൈലിലായാലും കുഴപ്പമില്ല. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും സെലക്ട് പാർട്ട്ണർ എന്ന ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈലിൽ ആഡ് ആയിട്ടുള്ള ഇവിടെ മെയിൽ ഐ ഡി ഒക്കെ കാണാൻ സാധിക്കും. ഇനി ഇല്ല എങ്കിൽ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ തന്നെ ഒരു മെയിൽ ഐ ഡി. അത് കൃത്യമായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു മെയിൽ ഐ ഡി. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കുക. അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്ത മെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മെയിൻ മെയിൽ ഐ ഡി ഇവിടെ താഴെയും കാണാൻ സാധിക്കും. ഇവിടെ കൺഫേം എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരും. കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കണ്ടോ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മറ്റൊരു മൊബൈലിലാണ് ഈ ഒരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിലാണ് നോട്ടിഫിക്കേഷൻ വരിക. ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾ അക്സെപ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റഡ് എന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ കൺഫേം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ കൺഫേം കൊടുക്കുക. വീണ്ടും ഗെറ്റ് സ്റ്റാർട്ടഡ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, ഇവിടെ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നിങ്ങൾ ആരെയാണോ പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുത്തത് ആ ഒരു മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുക. എൻ്റെ മൊബൈൽ തന്നെ അത് രണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ ആ മെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോട്ടോസും വീഡിയോസും കംപ്ലീറ്റ് ആ ഒരു മെയിൽ ഐ ഡിയിൽ ഇവിടെ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അത് അങ്ങോട്ടേക്ക് ഷെയർ ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ആ ഒരു ജിമെയിലിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു പാർട്ട്ണറെ ഗൂഗിൾ ഫോട്ടോസിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു മെയിലാണ്. അതിൽ 2 പേരുടെ മെയിൽ ഐ ഡിയും ഇവിടെ കാണാനും സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ അവർക്കും, അതായത് നിങ്ങൾ ആരെയാണോ പാർട്ട്ണറായിട്ട് സ്വീകരിച്ചത് അവർക്കും ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ജിമെയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ 2 ജിമെയിലും ഉണ്ട്. അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്താണ്. കണ്ടോ, അവിടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ആ മെയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആരാണ് നിങ്ങളെ പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്തത് അവരുടെ മെയിൽ ഐ ഡിയും നിങ്ങളുടെ മെയിൽ ഐ ഡിയും രണ്ടും ഇവിടെ കാണാനും സാധിക്കും. ഓക്കെ, ഇനി വീണ്ടും നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആ ഒരു വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫോട്ടോ സെറ്റിംഗ്സ് എന്ന ഭാഗം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയറിംഗ് എന്ന ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണോ പാർട്ട്ണറായിട്ട് ഇവിടെ സെലക്ട് ചെയ്തത് അവരുടെ പേരാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഒരു പാർട്ട്ണറെ വേണ്ട എങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒഴിവാക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആ പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുത്ത മെയിൽ ഐ ഡിയും അവരുടെ ആ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സംഭവം ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ അത് പോരാ. ഇവിടെ താഴെ നിങ്ങൾക്ക് റിമൂവ് പാർട്ട്ണർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിമൂവ് കൊടുക്കുക. ഓക്കെ, ആ പാർട്ട്ണർ നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും റിമൂവ് ആയിട്ടുണ്ട്. വീണ്ടും പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ ഒരു ഫോട്ടോ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഷെയറിംഗ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ആ ഒരു പാർട്ട്ണർ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. ഓക്കെ,
അപ്പോൾ ഈ ഒരു ട്രിക്കിലൂടെ ഗൂഗിൾ ഫോട്ടോസിൽ ഒരു ലൈഫ് ടൈം പാർട്ട്ണറെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ഗൂഗിൾ നിങ്ങൾക്ക് നൽകുന്ന 15 GB സ്റ്റോറേജ് ഫുള്ളാകുകയില്ല. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.